ഹായ് ഓൾ ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ +1 ട്രിഗ്നോമെട്രി ആയിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന +1 ട്രിഗ്നോമെട്രി. ഓക്കെ, അപ്പോൾ +1 ട്രിഗ്നോമെട്രിയിൽ നമുക്ക് ഫസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ബേസിക്സ് പഠിക്കാനുണ്ട്. 2π റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, 2π റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 360 ഡിഗ്രിയാണ്. പൈ ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബേസിക്സ് പറയണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഓരോ എക്സാമ്പിൾസും എക്സസൈസും എല്ലാം നമ്മൾ ഓരോ ദിവസവും പറയും കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പൈ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. π/3 ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ദെൻ π/2 എന്ന് പറയുക 90 ഡിഗ്രിയാണ്. π/4 എന്ന് പറയുന്നത് 45 ഡിഗ്രി. π/6 എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, അതുപോലെ 2π ഈക്വൽ ടു നമ്മൾ 360 ഡിഗ്രി എന്ന് പറയും. പൈ ഈക്വൽ ടു 180. 3π/2 ഈക്വൽ ടു 270 ഡിഗ്രി. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ L ഈക്വൽ ടു ആർ തീറ്റ. ഇതിൽ L എന്ന് പറയുന്നത് ആർക്ക് ലെന്ത്, ആർ എന്ന് പറയുന്നത് റേഡിയസ്, തീറ്റ എന്ന് പറയുന്നത് ആംഗിള്. അപ്പം ഈ മൂന്നെണ്ണം ഇതും ഈ ടേംസ്, ഈ ഇക്വേഷൻ L ഈക്വൽ ടു ആർ തീറ്റയും ഇതിലെ ഓരോ ടേംസും നമ്മൾ അറിഞ്ഞിരിക്കണേ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഡിയൻ മെഷർ തന്നിട്ട് റേഡിയൻ മെഷർ കണ്ടുപിടിക്കുക. റേഡിയൻ മെഷർ ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ റേഡിയൻ മെഷർ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. അതുപോലെ ഡിഗ്രി മെഷർ തന്നിട്ടുണ്ടെങ്കിൽ റേഡിയൻ മെഷർ, ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാൻ റേഡിയൻ മെഷർ തന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രി മെഷർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. ഓക്കെ, ഇത് ഇത്രയും സംഭവം ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള അനുസരിച്ച് ഞാൻ ഓരോ ഐഡൻറ്റിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇത്രയും നമുക്കിപ്പോൾ ആദ്യം അറിയാം. പിന്നെ ഇതാ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസും കൂടെ പഠിച്ചു വെച്ചോളുക. ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മൾ കഴിഞ്ഞ വർഷം 10th ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ആദ്യം നമുക്കിവിടെ വരയ്ക്കാം. ഇവിടെ ഞാൻ റേഷ്യോ എന്ന് കൊടുക്കുന്നു. ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ റേഷ്യോയിൽ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 0 ആണ്. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1/2. സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1/√2. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? √3/2. സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1. ഇവിടെ ഒരു കാര്യം അറിയണം, 0 ഡിഗ്രി 0, 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? π/3 ആണ്. 45 എന്ന് പറഞ്ഞാൽ π/4, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/6, 90 എന്ന് പറഞ്ഞാൽ π/2. അതുപോലെ കോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിത് പഠിക്കാൻ എളുപ്പം. ഈ സൈനിന്റെ പഠിച്ചു കഴിഞ്ഞാൽ കോസിന്റെ ഇവിടെ നിന്ന് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. 90 ഡിഗ്രി ആണ് എത്ര? 0 വരിക. ദെൻ √3/2 വരും ഇവിടെ 30 ഡിഗ്രിയോടെ. അടുത്ത 1/√2 അങ്ങനെ തന്നെ വരും. അടുത്ത 1/2 ഈ 0 അങ്ങനെ കൊടുക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി എഴുതി വെച്ചാൽ മതി. പിന്നെ ടാനിന്റെ കേസ് പറയുകയാണെങ്കിൽ സൈൻ ബൈ ടാൻ അറിയണം. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ്. അപ്പം 0/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് പറഞ്ഞാൽ 1/√3 ആയിരിക്കും. അതുപോലെ ഇവിടെ എത്രയായിരിക്കും വരിക? 1/√2 ഡിവൈഡ് ബൈ 1/√2 1 കിട്ടും. √3/2 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് കിട്ടുക? √3 ആയിരിക്കും. 1/0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഡിഫൈൻഡ്. ഇത്രയും ബേസിക് അറിയണം. എന്നിട്ട് ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് അതിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ എക്സസൈസും തരാം. എല്ലാ എക്സസൈസും എക്സാമ്പിൾസും നമ്മളിവിടെ ചെയ്തേ പോകുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.